ദാരികന്റെ ശിരസേർത്ത് കലി പൂണ്ടിളകിയ ഭദ്രകാളി ആദ്യം വന്നിരുന്ന ഇടം പുലക്കാവ്. കീഴ്ക്കാവ് എന്നറിയപ്പെടുന്ന ഈ പുലക്കാവിലാണ് കൊടുങ്ങല്ലൂർ ഭരണി ആരംഭിക്കുന്നതും സമാപിക്കുന്നതും. കൊടുങ്ങല്ലൂർ ഭരണിക്ക് വരുന്നവർ തീർച്ചയായും പോകേണ്ട ഒരിടം കൂടിയാണ് പുലക്കാവ്. ദാരികന്റെ ശിരസർത്ത് ആ തലയുമായി പുലയ സമുദായക്കാരനായ പയ്യമ്പള്ളി കാർന്നോരുടെ വീട്ടിൽ ഭദ്രകാളി വരികയും പിന്നീട് 13 ദിവസവും അവരുടെ കുടിയിൽ മദ്യവും മത്സ്യമാംസാദികളും ചുടുചോരയും ഭക്ഷണമായി സ്വീകരിച്ച് കഴിഞ്ഞുവെന്നും ഐതിഹ്യം. 14-ാം ദിവസം ചേരമാൻ രാജാവിന്റെ കൽപ്പന പ്രകാരം കൊടുങ്ങല്ലൂരിലേക്ക് ദേവിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വള്ളോൻ എന്നാണ് ദേവി കാർന്നോരെ വിളിച്ചത്. അതിനാൽ പിന്നീട് വന്ന മഠാധിപതികൾ വള്ളോൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. പുലക്കാവിനെ കീഴ്ക്കാവെന്നും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ മേൽക്കാവെന്നും അറിയപ്പെടുന്നു. കോഴിക്കല്ല് മൂടിയ ശേഷം 7 ദിവസം ദേവി പുലക്കാവിൽ അധിവസിക്കുന്നുവെന്നാണ്. കാളിയും ധാരികനുമായി അംഗം തുടങ്ങിയെന്ന ഐതിഹ്യത്തിലാണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടത്തുന്നത്. അശ്വതി നാളിലാണ് ധാരിക നിഗ്രഹം നടന്നതും. രൗദ്രഭാവത്തിലിരിക്കുന്ന ദേവിക്ക് കൗളാചാര പ്രകാരമുള്ള കർമ്മങ്ങളാണ് ഇവിടെ സമർപ്പിക്കുന്നത്. രേവതി നാളിൽ വള്ളോൻ തമ്പുരാനെ കണ്ട് വാള്, പരിച, വള, തലപ്പാവ്, രാജമുദ്ര എന്നിവ വാങ്ങി തിരിച്ച് പുലപ്പാടത്തെത്തും. അശ്വതി നാളിൽ ഇവയെല്ലാം ധരിച്ച് വള്ളോൻ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയി 3 വട്ടം വലം വെച്ച് ദേവിയെ പാൽക്കിണ്ടിയിൽ ആവാഹിച്ച് കോമരങ്ങളുടെ അകമ്പടിയോടെ തിരിച്ച് പുലക്കാവിലെത്തും. ശേഷം പ്രത്യേകം സജ്ജീകരിച്ച തട്ടിൻപുറത്ത് കാളിയുടെ കാവൽക്കാരനായി വള്ളോൻ ഇരിക്കും. വൈകിട്ട് ക്ഷേത്രത്തിൽ കാവ് തീണ്ടലു ശേഷം മാത്രമാണ് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങുന്നത്. രാവിലെ 10 മുതൽ ഭക്തർക്ക് ഇവിടെ ദർശനമുണ്ടായിരിക്കുന്നതാണ്. കാവ് തീണ്ടലിനായി വരുന്ന ഭക്തർ ഇവിടെ വന്ന് തേങ്ങ ഉടച്ചതിനു ശേഷം മാത്രമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഉത്രട്ടാതി നാളിൽ വൈകിട്ട് 6-ന് നടക്കുന്ന ദേശഗുരുതയിൽ പങ്കെടുക്കുന്നത് വളരെ വിശിഷ്ടമാണ്. ദേവിയുടെ അനുഗ്രഹം നേരിട്ട് അനുഭവിക്കാൻ കഴിയും. 1889-ാമത്തെ വള്ളോനായ രഘുസ്വാമിയാണ് ഇപ്പോഴത്തെ മഠാധിപതി. മാർച്ച് 21-നാണ് അശ്വതി കാവ് തീണ്ടൽ. ഈ ദിവസമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ചെമ്പട്ടണിഞ്ഞ കോമരങ്ങൾ താനാരോ പാടി ഉറഞ്ഞു തുള്ളുന്നത്. 22-ന് ഭരണി നാളിൽ തൃച്ചന്ദന ചാർത്ത്. മാർച്ച് 28-ന് നട തുറപ്പ്.